അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഗൂഗിളുമായിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. കളിച്ച് ഗൂഗിളിനോട് കളിക്കാൻ തുടങ്ങിയെന്നായിരിക്കും ചോദ്യം വരുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഗൂഗിളിൻ്റെ കുറച്ച് ട്രിക്സാണ് നമുക്ക് ഇവിടെ നോക്കാൻ പോകുന്നത്. ഗൂഗിൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് കുറേയധികം ട്രിക്സ് നമ്മളെ ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്തുള്ള കുറച്ച് ട്രിക്സാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ് സമയമൊന്നും കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. നമ്മൾ ഹെൽമെറ്റും വെച്ചുകൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നാളായി ഈ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് വല്ലതും കയറി ഇരിപ്പുണ്ടോന്നുമില്ല നമുക്കറിയത്തില്ല. ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് നമ്മൾ ബൈക്കൊന്നും എടുക്കാറില്ല. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് ഒന്ന് മാറ്റണം. നമുക്ക് ടിക്ടോക്ക് സ്റ്റൈലിലൊന്ന് മാറ്റാം. ഇപ്പോൾ ടിക്ടോക്ക് ഇല്ലാത്തതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റൈലിലൊന്ന് മാറ്റാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഇവിടെ കുറച്ച് ഗൂഗിൾ ട്രിക്സാണ് നോക്കാൻ പോകുന്നത്. ഗൂഗിളിന് നമുക്ക് നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഗൂഗിൾ കുറേ അധികം ട്രിക്സ് നമുക്ക് തരുന്നുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ട്രിക്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ടാബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൂഗിളിൻ്റെ ട്രിക്സ് നമുക്ക് ഗൂഗിളിലോട്ട് തന്നെ ചോദിച്ചറിയാം. അപ്പോഴത്തേക്കും എന്താ ഇവിടെ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഡു എ ബാരൽ റോൾ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാനാണ് അവർ പറയുന്നത്. ഓക്കെ, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കുറച്ച് മടിയായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഏതാ ഇവിടെ ഞാൻ നേരത്തെ ചെയ്തതാണിത്. ഓക്കെ, ജസ്റ്റ് ഇതാ പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എൻ്റർ കൊടുക്കുകയാണ്. അടിസക്കെ അത് ഒരു അടിപൊളി സാധനമാണ്. കാരണം ഇതാ കണ്ടോ, നമ്മൾ ഡു എ ബാരൽ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു ടൈമിൽ സെർച്ച് റിസൾട്ട് വരുന്നത് കറങ്ങിയാണ് വരുന്നത്. അടിപൊളിയായിട്ട് ഇങ്ങനെ കറങ്ങിയൊക്കെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് നമ്മളിവിടെ നമ്മുടെ റിഫ്രഷ് ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ട്രൈ ചെയ്ത് എത്ര പ്രാവശ്യം പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. എന്തായാലും ഒരു എൻ്റർടൈൻമെൻറ്റ് വെറുതെയാണ്, എന്നാലും ദിവസം നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിക്കിലോട്ട് പോകാം. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഗൂഗിൾ ഗ്രാവിറ്റിയാണ്. ഗൂഗിൾ ഗ്രാവിറ്റി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് സെർച്ച് ചെയ്യാം. ഗൂഗിൾ ഗ്രാവിറ്റി എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് വരുന്ന ആ ഒരു ഇതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അയ്യട്ടാ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മൾ കയറുമ്പോൾ തന്നെ ഈ ഗൂഗിള് ബാക്കി സംഭവങ്ങളൊക്കെ പൊട്ടി നമ്മുടെ തലയിൽ കൂടെ വന്ന് വീഴുന്ന നമുക്കിവിടെ കാണാൻ പറ്റും. അടിസൊക്കെ കൊള്ളാം, നൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയത് ആ ഗൂഗിള് സെർച്ച് ബാർ, യൂട്യൂബ്, ഇമേജസ് എല്ലാം പൊട്ടി തകർന്ന് തറയിൽ വീണിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ കർസർ വെച്ചത് ഈ ഓരോ സാധനങ്ങളെടുത്ത് എറിയാം. അത് കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം, ഇത് നൈസായിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. കണ്ടാ, ഗൂഗിളിനേക്ക് എടുത്ത് വിള എറിയാൻ നോക്കി. മുകളിലോട്ട്, താഴോട്ട്, സൈഡിലോട്ട്. കണ്ടോ, ടാസ്ക് ബാർ, സെർച്ച് ബാറൊക്കെ അതാ പറന്നു പോകണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗൂഗിളിനേക്ക് എടുത്ത് വെളിയിലെറിയാൻ പറ്റുക. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രിക്കിലോട്ട് പോകാം. മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് അറ്റാറി ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു ട്രിക്കാണ്. നമുക്കിതാ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഫസ്റ്റ് വരുന്ന ലിങ്ക് കയറുക, ജസ്റ്റ് ഇതാ ക്ലിക്ക് ചെയ്യുക. അടിപൊളി. ഇത് മറ്റേ സംഭവമാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ നമ്മുടെ സ്വിച്ച് ഫോണിൽ നമ്മൾ കളിക്കുമായിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ബോൾ ഇങ്ങനെ വന്ന് തട്ടി വേറൊരു കട്ടയിൽ തട്ടി അതെല്ലാം പോകുന്നത്, ആ ഒരു കളിയാണിത്. അപ്പോൾ നമുക്കിത് ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാതെ നമ്മൾ ഗൂഗിൾ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇതാണ് സംഭവം. നമ്മൾ മൗസിൻ്റെ കർസറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഫോണിലാണ് കളിക്കുന്നതെങ്കിൽ ഫോണിൽ നമുക്ക് ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ മൗസിൻ്റെ കർസറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് ഗൂഗിൾ താനോസ് എന്ന് പറയുന്നത് താനോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ട്രിക്ക് ഗൂഗിൾ താനോസ് എന്നാണ്. അപ്പോൾ താനോസ് ഗൂഗിൾ ട്രിക്ക് എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രിക്ക് കയറാവുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കൈപ്പത്തിയുടെ ആ ഒരു ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് സെർച്ച് ബാറിലോട്ട് കൊണ്ടുപോകുമോ, എവിടെ കൊണ്ടുപോകുമോ അതെല്ലാം അപ്രത്യക്ഷമായില്ല. ആയി തുടങ്ങി. കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. താഴെ നിന്ന് മേളിലോട്ട് ഇങ്ങനെ അപ്രത്യക്ഷമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു പൂമ്പാറ്റ പറന്നു പോകുമ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ട, ഇതാണ് ഗൂഗിൾ താനോസ് ട്രിക്ക്. ഇത് നിങ്ങൾ ഫോണിൽ ചെയ്ത്, ഇത് വലിയ സ്ക്രീൻ ആയതുകൊണ്ടാണ്, ഫോണിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതെവിടെ കണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാം അപ്രത്യക്ഷമായി പോകുന്നത് കാണാൻ പറ്റും. നമ്മൾ എവിടെ കൊണ്ടുപോയിക്കോ അത് അപ്രത്യക്ഷമായി പോകും. അടുത്ത നമ്മുടെ ട്രിക്ക് എന്ന് പറയുമ്പോൾ ഗൂഗിൾ അണ്ടർ വാട്ടർ. ഇത് നമ്മൾ പല ആളുകൾ ഇതിൽ
ഇത് നമ്മൾ പല ആളുകളും ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ട്രിക്കാണ്, പല പ്രമുഖ യൂട്യൂബേഴ്സ് ഇട്ടിട്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗൂഗിൾ അണ്ടർ വാട്ടർ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് കയറുമ്പോഴത്തേക്കും നമ്മുടെ ഗൂഗിൾ ഇതായി ഇവിടെ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന കാണാൻ പറ്റും. എന്നിട്ട് നമുക്കിവിടെ മോർ ഫിഷ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന അയ്യോ ഇതാ ഗൂഗിൾ വെള്ളത്തിൽ വന്ന് വീണ്. അപ്പോഴത്തേക്കും എന്താ ഫസ്റ്റ് ഇപ്പം നമ്മുടെ ഗൂഗിൾ വെള്ളത്തിലാണ് കിടക്കുന്നത്. എന്നിട്ട് മോർ ഫിഷ് പ്ലീസ് എന്ന് നമ്മൾ അതിൽ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്കിതാ ഇവിടെ കടലിൽ നിറയെ മീൻ വരുന്ന കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കടലിൽ നിറയെ മീനാക്കാം. അപ്പോൾ ഷാർക്ക്, തിമിംഗലം, നീരാളി അതുപോലെയുള്ള വലിയ വലിയ മീനുകൾ നമുക്കിവിടെ പോകുന്നത് കാണാൻ പറ്റും. ഇതോ ഒരു നിര തന്നെ, ഷാർക്കിൻ്റെ ഒരു നിര തന്നെ നമുക്കിവിടെ പോണ കാണാൻ പറ്റും. പിന്നെ ഈ ഗൂഗിള് നമ്മുടെ വെള്ളത്തിൽ കിടക്കുകയാണ്. വേറെ നമുക്ക് ഇത്ര മീനുകളെ ഈ കടലുള്ള. അപ്പോൾ നമ്മൾ ഈ ഒരു കടലിൽ മോർ ഫിഷ് പ്ലീസ് നമ്മൾ സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും തോറും നമ്മുടെ കടൽ ഫുള്ള് മീനുകൾ കൊണ്ട് നിറയെയാണ്, ചാകരയാണ് നമുക്കിവിടെ കടലിൽ. ഇതാണ് നമ്മുടെ ഗൂഗിൾ അണ്ടർ വാട്ടർ ട്രിക്ക്. അടുത്ത നമ്മുടെ ട്രിക്ക് എന്ന് പറയുമ്പോൾ ഗൂഗിൾ സെർഗ് റഷ് എന്ന് പറയുന്ന ഒരു ട്രിക്കാണ്. വായിൽ വരാത്തൊരു പേരാണ്, അതുകൊണ്ടാണ് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാത്തത്. ഗൂഗിൾ സെർഗ് റഷ് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പോൾ നമുക്കിതാ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഗൂഗിളിൽ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് വരുന്ന ലിങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് കയറി നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റും മേളിൽ കുറേ ഉണ്ടകൾ വരുന്നത് കാണാൻ പറ്റും. കുറേ ഇത് സംഭവം മറ്റേ വൈറസ് പോലത്തെ സംഭവമാണ്. ഈ ഒരു വൈറസസ് നമ്മുടെ ഈ ഒരു ഗൂഗിളിൻ്റെ ഈ ഒരു സംഭവം വന്ന് തിന്നുകളയും. തിന്നുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ പറ്റും എല്ലാം അപ്രത്യക്ഷമായി പോകുന്നത് കാണാൻ പറ്റും. കണ്ടോ, സൈഡിൽ നിന്നൊക്കെ വൈറസസ് വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, ഈ മേളിൽ നിന്ന് വരുന്ന ഈ സംഭവം നമ്മുടെ ഗൂഗിളിലുള്ള ഈ ഒരു സെർച്ച് ഐറ്റംസിനെയൊക്കെ കഴിച്ചു കളയും. ഇത് തന്നെയാണ് സംഭവം. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഗൂഗിളിൻ്റെ ഓയിൽ നിന്നാണ് ഈ ഒരു സംഭവം ഇങ്ങനെ പൊങ്ങി വരുന്നത്. വേറെ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ സ്ക്രീന് നിറയെ ഇതാവും. അത് തന്നെയാണ്, ഗൂഗിൾ എന്ന് എഴുതി വന്നില്ല, ജി എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ഗൂഗിളിൻ്റെ കളിയുടെ പേരെന്താണെന്നായിരുന്നു, സെർഗ് റഷ് എന്ന് പറയുന്ന സംഭവം. എന്തായാലും നിങ്ങൾ ഫോണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നമ്മുടെ ഗൂഗിളിൻ്റെ ട്രിക്ക് എന്ന് പറയുമ്പോൾ ASCII എന്ന് പറയുന്ന ഒരു ട്രിക്കാണ്. ഇതെന്താണ് സംഭവം നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിങ് ASKEW. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു സംഭവം എന്ന് പറയുമ്പം നമ്മൾ ASCII ഒന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യും. അതായത് ജസ്റ്റ് ഒന്ന് ചരിഞ്ഞ് നിൽക്കും, അത്രേ ഉള്ളൂ സംഭവം. ഇതാണ് ASCII എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു വാക്കിൽ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റും. സാധാരണ നേരെ നിൽക്കുന്ന ഗൂഗിൾ ഇന്ന് ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഈ ചരിവ് വീണ്ടും ചരിഞ്ഞ് പോകണമെന്നൊരു ബലമായിട്ടുള്ള ഒരു ഡൗട്ടുണ്ട്. ഇല്ല കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്ന. ഓക്കെ, ചരിഞ്ഞതാ ഇവിടെ താഴോട്ട് മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് താഴെ നിന്ന് മേളിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഇതാണ് ASCII എന്ന് പറയുന്ന ട്രിക്ക്. അടുത്ത നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത് ഗൂഗിൾ അപ്സൈഡ് ഡൗൺ, ഗൂഗിളിനെ തലതിരിച്ച് നിർത്തുക. അതാണ് ഈ ഒരു ട്രിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. തലതിരിഞ്ഞ ഗൂഗിൾ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ സെർച്ച് ബാറിൽ ഗൂഗിൾ അപ്സൈഡ് ഡൗൺ എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ തലതിരിഞ്ഞ് വരുമെന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. കണ്ട കറക്റ്റായിട്ട് തലതിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൂഗിളും കൂടെ ഇനി തലതിരിയാൻ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും തലതിരിഞ്ഞ് ആണ് ഇരിക്കുന്നത് ഇപ്പം. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ അങ്ങോട്ടും ചരിയുന്നുണ്ട്, ഇങ്ങോട്ടും ചരിയുന്നുണ്ട്, മേളിലോട്ടും ചരിയുന്നുണ്ട്, താഴോട്ടും ചരിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് സംഭവം ഗൂഗിൾ അപ്സൈഡ് ഡൗൺ എന്ന്. ഇത് നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത് ഗൂഗിൾ 1998 ഗൂഗിളിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണ് ഇരുന്നതെന്നാണ് നമ്മൾ അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ഗൂഗിൾ 1998 എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ലിങ്കിൽ കയറുക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലാണ് 1998 നമ്മുടെ ഗൂഗിൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ബോറാവും, അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് അങ്ങ് നിർത്താൻ പോവുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കണ്ടേ. അപ്പം ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.